عليكم ورحمة الله تعالى وبركاته. الحمد لله الواحد القهار، الصلاة والسلام على النبي المختار وعلى آله وصحبه الأخيار، أما بعد. قال الله تعالى في القرآن الكريم: بسم الله الرحمن الرحيم: والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരും ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, തമ്മിൽ കൊന്നും കൊലവിളിച്ചും സിഹിർ വെച്ചും ഗീബത്ത് പറഞ്ഞും തമ്മിൽ പിച്ചിച്ചീന്തിയും തന്നെ 10 മാസം നൊന്ത് പറ്റ ഉമ്മയെ വകവെക്കാതെ, തന്നെ പോറ്റി വളർത്തിയ ഉപ്പയെ വകവെക്കാതെ, കൊല്ലുന്നവനറിയില്ല എന്തിനാണ് കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെട്ടവനറിയില്ല എന്തിനാണ് താൻ മരിച്ചു വീകുന്നതെന്ന്, അങ്ങനെ കുടുംബബന്ധത്തിന്റെ ഒരു മൂല്യം പോലും പാലിക്കാത്ത ഈ ഒരു സമൂഹത്തിന് നമുക്ക് മാതൃകയാക്കാനുള്ളത് അത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1500 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഉത്തമ മാർഗയാണ്. അത് തന്നെയല്ലയോ പറഞ്ഞത്, ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അതുകൊണ്ടല്ലേ മഹദിയായ ആയിഷ ബീവി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവിടുന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹു വെള്ളം കുടിക്കാൻ പോയാൽ, ഭക്ഷണം കുടിക്കാൻ പോയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീവിയോട് ഒപ്പം പോകുമായിരുന്നു. അങ്ങനെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് അങ്ങനെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ഏത് ഭാഗത്തു നിന്നാണോ വെള്ളം കുടിക്കുന്നത്, എവിടെ നിന്നാണോ ഭക്ഷണം കഴിക്കുന്നത്, ആ ഭാഗം നോക്കിക്കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ ചുണ്ടടിപ്പിച്ചുകൊണ്ട് അള്ളാഹിന്റെ റസൂല് തങ്ങള് അവിടുന്ന്
വെള്ളം കുടിക്കുമായിരുന്നു, ഭക്ഷണം കഴിക്കുമായിരുന്നു എന്ന് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത് തന്നെയല്ലേ ഒരു ഉത്തമ കുടുംബ മാതൃക എന്നുള്ളത്. എന്നാൽ ഇക്കാലത്തിന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെയും ഒരു ദിവസം പോലും ഒരു കുടുംബം പൊട്ടി കലശമാകുന്ന ഒരു വാർത്ത കേൾക്കാതെ ഉറങ്ങാൻ സാധിക്കുന്നില്ല. കുടുംബം എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ചെയ്തു തരുന്ന ഒരു നിഅമത്താണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്തല്ലേ നാം ഒരു വാർത്ത കേട്ടത്, തന്റെ മകൻ തന്റെ ഉമ്മയുടെ പക്കൽ നിന്നും 3 പവൻ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഉമ്മ വിളമ്പി തന്ന ചോറ് കഴിച്ചുകൊണ്ട് ആ ഉമ്മയുടെ കഴുത്തിൽ തന്റെ മകളുടെ ഷാൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഉമ്മയെ കൊല്ലുകയാണ്. കഴിഞ്ഞില്ല, വേറൊരു സംഭവം. തന്റെ പിഞ്ചോമന കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് തന്റെ ഫ്ലാറ്റിന്റെ ജനാലിലൂടെ വലിച്ചെറിയുന്ന ഒരു രംഗം. എന്തു പറ്റി നമ്മുടെ ഉമ്മത്തിന്? എങ്ങോട്ടാണ് നമ്മുടെ സമുദായത്തിന്റെ പോക്ക്? പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസത്തിലും സമ്പത്തിലും അറിവിലും എല്ലാത്തിലും നമ്മുടെ ഉമ്മത്ത് മുന്നോട്ട് പോയി. എന്നാൽ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തേ നമുക്ക് കഴിഞ്ഞില്ല? ലളിതമായി ഞാൻ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്നുണ്ട്. 3 വാക്കുകളോട് നാം നീതി പുലർത്തിയാൽ, 3 വാക്കുകളോട് നാം നീതി പുലർത്തുകയാണെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതം പുഷ്പം പോലെ മുന്നോട്ട് പോകും. അതിലൊന്നാമതായി നാം നീതി പുലർത്തേണ്ട വാക്ക് അത് ദൈവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം നീതി പുലർത്തുകയാണെങ്കിൽ, അല്ലാഹു തആലക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് തന്നെയല്ലയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, വത്തഖുല്ലാഹല്ലദീ തസ്അലൂന ബിഹി വൽ അർഹാം. ഖുർആനിലെ അർഹാം എന്ന കുടുംബ ബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പോരിശ എത്രത്തോളമായിരിക്കും. രണ്ടാമതായിട്ട് നാം നീതി പുലർത്തേണ്ട വാക്ക് ധർമ്മമാണ്. ധർമ്മം എന്നാൽ നാം കൊടുക്കേണ്ടവർക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് ധർമ്മം ധർമ്മമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലയോ മനുഷ്യ, നീ നിന്റെ റബ്ബിന് കൊടുക്കാനുള്ളത് കൊടുക്കണേ, നിന്റെ നഫ്സിന് കൊടുക്കാനുള്ളത് കൊടുക്കണേ, നിന്റെ കുടുംബത്തിന് കൊടുക്കാനുള്ള സമയത്തിന് കൊടുക്കണേ. അപ്പോൾ മാത്രമാണ് ഒരു നല്ല കുടുംബനാഥനാകാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് നാം നീതി പുലർത്തേണ്ട വാക്കത് സ്നേഹമാണ്. ഒരു കുടുംബമാകുമ്പോൾ സ്നേഹം വേണം, കരുണ വേണം, പരസ്പരം ഇണക്കം വേണം. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേര് തന്നെ കുടുംബത്തിന് വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങളുടെ ഇടയിൽ സ്നേഹവും പരസ്പരമുള്ള ഒരു ഇണക്കവും ഉണ്ടെങ്കിലേ കുടുംബജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അത് തന്നെയല്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചതും. നമുക്ക് കിട്ടേണ്ടതിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ പോരാ, നമുക്ക് കൊടുക്കേണ്ടതും നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പര ഇണക്കത്തോടെയും പൊരുത്തപ്പെടലോടുകൂടെയും ഉള്ള ഒരു ജീവിതം നമുക്ക് തൗഫീഖ് നൽകാൻ ഏകരുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.